ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എവിടേക്കാണ് ചുരിദാറൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ട് എങ്ങടെ പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറയാട്ടെ എവിടേക്കാണ്. അപ്പോൾ എനിക്കൊരു ഹായ് പറയാനുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോളുണ്ട് കേട്ടോ, മുബഷിറ. അപ്പോൾ ഇന്നലെ എനിക്ക് ഹായ് പറയുമോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് താത്താടെ വക വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ, മുബഷിറ മോൾക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിങ്ങനെ മൂത്തുമ്മാടെ മോനക്ക് പെണ്ണ് ശരിയായിട്ടുണ്ട്. അപ്പോൾ മുട്ടായി കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ പത്താങ്കല്ലാണ് പെണ്ണിൻ്റെ വീട്. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ മങ്കരയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതവിടെ പള്ളി, ചെറിയ പള്ളിയാണ് കേട്ടോ. ഞങ്ങളുടെ വിരിപ്പാക്ക ചെറിയ മഹലാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഒരു 10 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. 11 മണി 11:30 ഒക്കെ ആകുമ്പോഴത്തേനും പത്താങ്കല്ല് എത്തണം. അപ്പോൾ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. വീഡിയോ ഉണ്ട്, പക്ഷെ അവിടെ ഞാൻ മറച്ചേക്കാം കേട്ടോ. നിക്കാഹ് കഴിഞ്ഞിട്ടില്ലല്ലോ, മുട്ടായി കൊടുക്കണല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർക്കൊരു ഇത് വേണ്ട വെച്ചിട്ട് വീട്ടിലെത്തിയിട്ടാ. ഷിയാസിൻ്റെ വീട്ടിലെത്തി. അവൻ്റെ പേര് ഷിയാസ് എന്നാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലെത്തി. ഇനി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോവും. ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറിട്ടാ വണ്ടിയിൽ പോകുമ്പോൾ. ഇനി മുട്ടായി എടുക്കാണ്ട് അത് കുഞ്ഞുമാടെ വീട്ടിലായിരിക്കുന്നത്. എൻ്റെ ഉമ്മാടെ അനിയത്തിയുടെ വീട്ടിലായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. അവർ മാരാത്തകുന്നാട്ടാ. അപ്പോൾ അവിടെ പോയിട്ട് മുട്ടായിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകണം. അപ്പോൾ അവൻ്റെ ഷർട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ ഇത് അവൻ്റെ അനിയത്തിയാണ് കേട്ടോ, സ്വാലിഹ. ഞങ്ങൾ മോളോ എന്നാണ് വിളിക്കുക. അപ്പോൾ അവൾക്ക് നല്ല മുടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ മുടിയുള്ള ഫാമിലി കേട്ടോ, പാരമ്പര്യമാണ്. അതാണ് ഇങ്ങനെ. എനിക്ക് നല്ല മുടിയുണ്ട്, എൻ്റെ അനിയത്തിക്ക്. ഇപ്പോൾ അവൾക്കൊക്കെ എല്ലാവർക്കും നല്ല മുടിയുള്ള ആൾക്കാരാണ്. അങ്ങനെ ചെക്കനൊക്കെ ഒരുങ്ങി വാച്ച് ഇടാം കേട്ടോ. അപ്പോൾ അവളെ മോളുവിൻ്റെ ഞാൻ മോള് വിളിച്ചിട്ട് മോളെന്ന് വരുന്നിട്ടാ. അപ്പോൾ ചെക്കന് ഭയങ്കര വാശി. അപ്പോൾ വാച്ച് കിട്ടുമ്പോൾ അവനും വേണം എന്നൊക്കെ പറയണേ. അപ്പോൾ അവൻ ചീത്ത പറയണൊക്കെ ഉണ്ട്. അപ്പോൾ മൂത്തുമ്മൊക്കെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവൾ കണ്ണാടിന് മുന്നേ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ഭയങ്കര ഒരുക്കാണ്. എനിക്ക് അതാട്ടോ, എവിടേക്കലൊക്കെ പോവാൻ പറഞ്ഞാൽ നന്നായി ഒരുങ്ങണ്ടേ. ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് ഒരുക്കം കൂടുതലാ കേട്ടോ കേസ്. ഇനിയും കുറേ അനിയത്തിമാരുണ്ട് കേട്ടേക്ക്. ഒക്കെ എല്ലാവരെയും കാണിച്ചു തരണ്ടേ. ഇനിയിപ്പോൾ ഒരു കുഞ്ഞുമാടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു, വാവച്ചി. ഓരോരുത്തർക്കൊക്കെ വിളിപ്പേരാട്ടാ. വാവച്ചിയുടെ പ്രസവിച്ച് നീച്ചവൾ പോയി. അത് കാരണം അവളില്ല, അപ്പം അടുത്ത് പോയുള്ളൂ. അപ്പോൾ പെണ്ണിൻ്റെ മോതിരാട്ടാ. ഞങ്ങൾ ഒരു 3 ഗ്രാമിൻ്റെ മോതിരം എടുത്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഞാനതിൽ വീഡിയോയിൽ എന്താ കാണിച്ചു തരാനെന്നൊക്കെ പറഞ്ഞിട്ട് മറന്ന് പോയിത്ര അവർ കാണിക്കാൻ. അപ്പോൾ ഞാനൊന്ന് നോക്കാട്ടോ. അപ്പോൾ ഡിസൈൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും പിടിച്ച് കാട്ടി തരികയാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ അവനോട് പറയേണ്ടത് കാണാനില്ലടാ ഷിയാസേ എന്നൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭംഗിയുണ്ട് അല്ലേ, അടിപൊളി മോതിരം. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയാണ്. എന്നാലും കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ മുട്ടായി കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒത്തിരി കനായിട്ട് ഇടണ്ടേ. അപ്പോൾ നിശ്ചയമുണ്ട് കേട്ടോ. 3 മാസം കഴിഞ്ഞ നിശ്ചയമുണ്ട്. അവ ഇപ്പോൾ വന്നതാ ഗൾഫിൽ നിന്ന്. അവ ഇപ്പോൾ ഈ മാസം പോകും. അവൻ ഉണ്ടാവില്ല നിശ്ചയത്തിന് എന്തായാലും. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ വന്നു, അങ്ങനെ കയറുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കല്യാണം ശരിയായപ്പോൾ അവൻ ഗൾഫിൽ നിന്ന് വന്നതാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടും പെണ്ണിനെ കാണാനും മുട്ടായി കൊടുക്കാനും ഈ ഒരു ചെറിയൊരു കാര്യത്തിനെങ്കിലും വേണ്ടേ അവൻ. അപ്പോൾ അവന് എപ്പോൾ വേണമെങ്കിലും ലീവൊക്കെ കിട്ടും. ഒരു 15 ദിവസത്തിന് ലീവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വരികയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. ഇനി ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ കയറ്റാണ്ട് കേട്ടോ ആൾക്കാരനെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഹാപ്പി ആയിട്ട് പോവുക. അങ്ങനെ ഉമ്മയും എൻ്റെ അനിയത്തി എൻ്റെ ഉപ്പൊക്കെ മാമാടെ വണ്ടിയിലായിട്ട് വരിക. അവർ അവിടെ നിന്ന് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞുമാടെ വീടാണ്. അപ്പോൾ മുട്ടായി ഇതൊക്കെ ഇവരെ വകയാണ് കേട്ടോ. മുട്ടായിയൊക്കെ സെറ്റ് ചെയ്തത് മോളൂൻ്റെയും പിന്നെ മൂസിനാടെ വക. ഇതൊരു കുഞ്ഞുമാടെ മോളാണ് കേട്ടോ, മൂസിന. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ടാണ് സെറ്റാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കുഞ്ഞുമ്മയാണ് അവിടെ നിന്നത്, ഉമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറിയ നാണം. കുഞ്ഞുമാക്ക് വലിയ നാണൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വളവളാന്ന് ഇങ്ങനെ പറയണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ വെള്ളി വീഴുണ്ടാവും കേട്ടോ ഗേസ്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെ നല്ലൊരു കാര്യമല്ലേ. നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ കുടുംബത്തെ എല്ലാ വിശേഷങ്ങളും ദുഃഖങ്ങളൊക്കെ അറിയിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതൊന്നും ഞാനങ്ങനെ പറയില്ല. അതൊക്കെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ ആയി കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലിച്ചെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയിൽ പറയുള്ളൂ കേട്ടോ. നമുക്ക് സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഇതിൽ പറയാം. അപ്പോൾ അങ്ങനെ മുത്തുമാടല്ല കുഞ്ഞുമാടെ മോൻ്റെ കുട്ടിയും ഭാര്യയും ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് ഷോക്കേസിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് മുട്ടായി ഉണ്ട്, പിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഒക്കെ പെണ്ണിന് കൊടുക്കാനൊക്കെ സെറ്റായി നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പെണ്ണുങ്ങളും
അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അവരോട് അടിപൊളി കഴിഞ്ഞിട്ട് മോളോ മൂസിന നന്നായിട്ടുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണം ശരിയായാലും നിങ്ങളെന്നെ വിളിക്കാല്ലേ മുട്ടായിയൊക്കെ ഒരുക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെന്താ ഞങ്ങൾ വന്ന് റെഡി ആക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ എൻ്റെ കയ്യിൽ പൊക്ക തന്നിട്ടാ. അപ്പോൾ ഇത് ചെക്കന് കൊടുക്കാനുള്ളതാണ് പെണ്ണിന്. അപ്പോൾ അത് കുട്ടികളുള്ള കാരണം അവർ ഇന്ത്യയൊക്കെ തന്നേക്കെ പിടിക്കാനേ ഇനി നാശാവണ്ട വെച്ചിട്ട് എന്നിട്ട് എന്താ ഉണ്ടായിച്ചെങ്കിൽ ഇന്ത്യയൊക്കെ പിടിച്ചിട്ട് ആ സാധനം ഇങ്ങടെ ഊരിയെ പോന്നു. അപ്പോൾ ഞാൻ അങ്ങടെ തന്നെ കൊടുത്തു കേട്ടാ. അതിങ്ങടെ ഊരി പോരുകയാണേ. അപ്പോൾ ഇനി അവർ നന്നായി കെട്ടിയിട്ട് എൻ്റെ തന്നെ തന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് കണ്ടില്ലേ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ചെരുപ്പ് അങ്ങനെ ഒരു കുഞ്ഞുമാനെയും കൂടി കയറ്റിയിട്ടാണ്. കുഞ്ഞുമാടെ മോളാണ്. അപ്പോൾ ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ കയറട്ടോ. അങ്ങനെ ഇവർ വടക്കാഞ്ചേരി ലാമിയില മുന്നിലാണ് നിന്നിരുന്നത്. അപ്പോൾ അവരേനും കയറ്റി. ഇനിയിപ്പോൾ മാമ വരാണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ വടക്കാഞ്ചേരി പാർട്ടി ഓഫീസ് കണ്ടിട്ടുണ്ടായി കമ്മ്യൂണിസ്റ്റുകാരുടെ. അപ്പോൾ അവിടെ തന്നെ കുറേ നേരം ഞങ്ങളവിടെ നിന്നു കേട്ടോ അവരെന്നെ കാത്തിട്ട്. അപ്പോൾ അങ്ങനെ ലേശം നേരം വെയിറ്റ് ചെയ്തു. കുഞ്ഞുമക്ക വന്ന് കയറി. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് പത്താങ്കല്ല്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞേ എന്തായാലും അടുത്തുനിന്നായിരുന്നു നന്നായി, അകലൊക്കെ വെച്ചിങ്ങനെ വാള് വെച്ചിട്ട് ആകെ കൊളാക്കിയായിരുന്നു ഞാനിന്ന് ഷിയാസിനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഒരുപാട് ലോങ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. ഇനിയിപ്പോൾ ഉണ്ണീനെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക് ഇൻഷാ അല്ലാഹ് യോഗ ഉണ്ടെങ്കിൽ. അപ്പോഴേക്ക് ഛർദ്ദിക്കാനൊക്കെ വരും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പോകുമ്പോഴേക്ക് എന്താണെന്നറിയില്ല അപ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും. പിന്നെ ഗുളികയൊക്കെ കഴിക്കണം. അപ്പോൾ ഒക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ സെറ്റാക്കിയിട്ട് പോകണം. അങ്ങനെ എൻ്റെ കയ്യിൽ ഇതാ പൊക്കെ കെട്ടിയിട്ട് ശരിക്കും തന്നു കേട്ടോ അവർ. എൻ്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞ് പോയിട്ട് ആ സംഭവം ഒക്കെ ആകെ പേടിയായിരുന്നു. കോളായിട്ട് ഇനി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ പേടിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ അവരവിടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെ നിങ്ങൾക്ക് അറിയോ? ഇതൊക്കെ വടക്കാഞ്ചേരി ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ പോണ വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ പത്താങ്കല്ലാണ് പെണ്ണിൻ്റെ വീട് എന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ കേട്ടോ എൻ്റെ ഉപ്പാടെ അനിയൻ്റെ വീടും കുഞ്ഞുപ്പാടെ വീട്. അപ്പോൾ അങ്ങോട്ട് പോകാനൊന്നും ഇപ്പോൾ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു കാര്യത്തിന് എല്ലാവരും കൂടി വന്നേക്കല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അവിടെ തന്നെയാണ് കുഞ്ഞുമാടെ വീട്. അപ്പോൾ പത്താങ്കല്ല് പള്ളിയും മഹലൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു യാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചെറിയൊരു യാറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഇതാ പത്താങ്കല്ല് പോണ ഇടവഴിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒക്കെ ശരിയായി. ഒരുപാട് ദൂരത്തേക്കൊക്കെ പോയി പെണ്ണ് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അടുത്തേക്കാണ് കേട്ടോ അവന് യോഗ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ഇറങ്ങി മുട്ടായിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഓരോരുത്തർ അവിടുന്ന് ബാക്കിൽ നിന്ന് വന്നു. എൻ്റെ ഉമ്മ, എൻ്റെ അനിയത്തി, കുഞ്ഞുമാർ, അമ്മായി, മാമ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പ അതാ മിയമോളനെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതെൻ്റെ അനിയത്തി എല്ലാവരും വന്നിട്ടുണ്ട്. 10-15 ആൾക്കാരുണ്ട് കേട്ടോ വന്നിരിക്കണത്. അപ്പോൾ ഇതിൻ്റെ മാമാടെ മോളാണ് കേട്ടോ ജാസ്മി. അങ്ങനെ എല്ലാവരും കയറി. ഇനിയിപ്പോൾ കുട്ടിയുടെ മുഖമൊന്നും പെൺകുട്ടിയുടെ മുഖമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഷിയാസിന് ഇവിടെ കൈയും കാര്യം വേറൊക്കെ തുടങ്ങി. എന്താ ഇപ്പോൾ ചെയ്യുക, എങ്ങനെ തുടങ്ങുക എന്നുള്ള ആകെ ഒരു ടെൻഷനാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ടെൻഷനാവൂലേ? എനിക്ക് ഏതാട്ടെ എൻ്റെ കല്യാണ സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ പെൺകുട്ടി അവിടെ ടെൻഷൻ എടുത്തിട്ട് ആ റൂമിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവനും ഇവിടെ കൈയും കാലൊക്കെ വിറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അവൻ്റെ കൈയൊക്കെ വിറക്കി നോക്കുമ്പോൾ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതങ്ങനെ അവൻ്റെ വക മുട്ടായിയൊക്കെ ഒരു ബൊക്കയിലുള്ള മുട്ടായി അവൻ കൊടുത്തു. അപ്പോൾ പെൺകുട്ടീനെ അങ്ങനെ വല്ലാണ്ട് ഞാൻ ആക്കിയിട്ടില്ല. എന്നാലും ചെറുതായിട്ടൊരു മിന്നായം പോലെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അല്ലേ. ഇനി നിക്കാഹിന് ഇൻഷാ അല്ലാഹ് നമുക്ക് നിക്കാഹൊക്കെ കഴിച്ച് നമുക്ക് കാണാം, കല്യാണത്തിൻ്റെ അന്ന് കാണാം. ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. ഒരു മുട്ടായി കൊടുക്കണ ചടങ്ങല്ലേ. ഇനിയിപ്പോൾ അത് ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടായാലോ. ഇപ്പോൾ നിക്കാഹാണ് വെച്ചെങ്കിൽ അവൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. അവന് കുഴപ്പമില്ല കേട്ടോ. ഷിയാസ് പറഞ്ഞു ഈ വീട്ടിൽ കുഴപ്പമില്ല, ഇനിയിപ്പോൾ അവരുടെ കാര്യം അറിയില്ലല്ലോ, അതിപ്പോൾ ഒരു ചെറിയൊരു ചടങ്ങല്ലേ. അപ്പോൾ ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെങ്ങളാണ് മോതിരമൊക്കെ ഇട്ട് കൊടുത്തത്. മൂത്തും അവിടുന്ന് നീച്ചിട്ടില്ല കേട്ടോ. ഒരു സംഭവം മുട്ടായി കൊടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഞാൻ എടുത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ മുട്ടായിയൊക്കെ കൊടുത്ത് എല്ലാം അടിപൊളിയായി. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒക്കെ എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പെണ്ണിനായിട്ട് ഇങ്ങോട്ട് ഇറക്കി. അപ്പോൾ അവർ രണ്ടാളും നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളും കാണണ്ടേ. അങ്ങനെ എന്നാലല്ലേ ശരിയാവുള്ളൂ. നമ്മുടെ കുടുംബത്തേക്ക് ഒരു കുറച്ച് അംഗങ്ങളും കൂടി വന്നേക്കാട്ടോ. ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കലും ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. എൻ്റെ ഉപ്പ അതാ കുട്ടിക്ക് അറിയണേ, അവൾ ചോറ് തിന്നാൻ പോയിക്ക ഷംന. അപ്പോൾ ഉപ്പ അവളെ മടിയിലൊക്കെ വെച്ചിരുത്തി. ഫോണ് മതിയിൽ ഇപ്പോഴത്തെ മക്കൾക്ക്. അപ്പോൾ അത് കാട്ടി കൊടുത്ത് എന്നാലും അവളെന്നെ തിരയാണേ. അപ്പോൾ മോള് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കരച്ചിലൊക്കെ മാറ്റുന്നുണ്ട്. ഇതാട്ടാ ഷിയാസിൻ്റെ പെങ്ങള്. അപ്പോൾ അങ്ങനെ അവളുടെ മാപ്പിള ഗൾഫിലാട്ടാ. എവിടെ കുവൈറ്റിലാണ് തോന്നുന്നുണ്ട്. കുവൈറ്റിൽ തന്നെ തോന്നുന്നു.
അബുദാബി ഇവിടെ ഒന്നും ഒരു പിടിയില്ല കേട്ടോ, ഗൾഫിലാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഓരോ ട്രിപ്പ് ഇതാ മാമാടെ വണ്ടിയിൽ എല്ലാവരും കയറുന്നുണ്ട്. അനിയത്തി, ഉമ്മയും വല്യമ്മയും കുഞ്ഞുമ്മയും, ഇതൊരു കുഞ്ഞുമ്മയാണ്, ഏറ്റവും ചെറിയ കുഞ്ഞുമ്മ. അങ്ങനെ എല്ലാവരും ഉണ്ട്. വല്യമ്മ ഒക്കെ പോയി, എല്ലാവരും ആ വണ്ടിയിൽ അങ്ങനെ പോയിട്ടാണ്. അപ്പോൾ ഞങ്ങളും ഈ വണ്ടിയിൽ ചെക്കൻ്റെ കൂടെ ഞങ്ങളും കയറി. അപ്പോൾ കുഞ്ഞുമാരൊക്കെയാണ് കേട്ടോ അവിടെ ഇരിക്കണത് ഈ വരിയിൽ. ബാക്കിൽ എല്ലാവരും അനിയത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ പോണ വഴിയിലുണ്ട് അവൻ്റെ അളിയൻ വിളിക്കണു. അളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പെങ്ങളുടെ ഭർത്താവ് വിളിച്ചുട്ടാ. അപ്പോൾ ഇവന് പെങ്ങൾക്ക് കല്യാണം ശരിയാക്കി കൊടുത്തതിൻ്റെ ഇക്കയാണ് കേട്ടാ. അപ്പോൾ ഇവൻ വിരിപ്പാക്കുള്ള ആളാണ്, ഷിയാസ് തന്നെ കേട്ടോ അവൻ്റെ പേരും. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം അവനെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ പിടിച്ചു. അവന് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വീഡിയോയിലൊക്കെ നിൽക്കണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവനൊക്കെ ഒന്ന് വീഡിയോ പിടിക്കട്ടെ, ഒന്ന് വീഡിയോ കോൾ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്, അവിടുത്തെ വിശേഷങ്ങളും സംഭവങ്ങൾ. പെണ്ണിനൊക്കെ ഇഷ്ടമായോ അളിയനെ എന്നൊക്കെ ചോദിക്കട്ടെ അവൻ. അപ്പോൾ കുഞ്ഞുമാൻ ഇവിടെ ഇറക്കി, മാരാത്ത് കുന്നാട്ട കുഞ്ഞുമാടെ വീട്. അപ്പോൾ അവിടെ ഇറക്കി. അപ്പോൾ ഞാനും ഇറങ്ങി, എല്ലാവരും ഇറങ്ങി, വീടെത്തി. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോവാട്ടോ. ഇനി മക്കൾ അവിടെ തലകുത്തി മറിയുണ്ടാവും, ഇക്കുണ്ട് അവിടെ. അവരനൊക്കെ അവിടെ ആക്കിയിട്ടാണ് പോന്നേക്കുന്നുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അപ്പോൾ എന്നെ അവൻ കൊണ്ടാക്കി തരാണ് കേട്ടോ, ബുള്ളറ്റുമാടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിക്കണത് എങ്ങനെ ഉണ്ടടി പെൺകുട്ടി, അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിക്കണേ. പിന്നെ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വരിക കേട്ടോ. അപ്പോൾ അവൻ പറയുക എല്ലാവരും വേണം, അവന് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാ പെങ്ങന്മാരും ഉണ്ടായിരുന്നു. ഇനിയും ഉണ്ട് കേട്ടോ, അബുസാത്തുണ്ട്, അവനെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അവരൊക്കെ അകലെയാണ്, ചായലക്കാരാണ്, പെട്ടെന്ന് വരാനൊന്നും പറ്റില്ല. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ഇനി നിശ്ചയത്തിന് വരും കേട്ടോ. അപ്പോൾ അതാ വീട്ടിലാക്കി തന്നു. അപ്പോൾ ഇവരൊക്കെ ബൈക്കും എങ്ങോട്ടൊക്കെ പോവാൻ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവർ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, കറങ്ങാനല്ല എന്തോ സംഭവം മേടിക്കാൻ പോവുക കേട്ടോ, സ്കൂളിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവരെന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.